4 മുതലുള്ള വാക്യത്തിൽ പൗലോസ് പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് ഒരിക്കൽ പറഞ്ഞതാ, 2 തവണ പറഞ്ഞതാ, 3 തവണ പറഞ്ഞതാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പലതവണ പറഞ്ഞതാ. എന്നാലും നമ്മുടെ മുഖത്ത് യാതൊരു സന്തോഷവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇത് കടഭാരം മാറിയിട്ട് ചിരിക്കുന്ന ചിരിയെ കുറിച്ചല്ല, ഇത് സൗഖ്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചിരിയല്ല, ഇത് ലോട്ടറി അടിക്കുമ്പോൾ വരുന്ന സന്തോഷത്തെ കുറിച്ചല്ല ഈ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു കിട്ടുമ്പോൾ മുഖത്ത് വരുന്നൊരു ചിരിയുണ്ടല്ലോ, ഇപ്പൊ വരുന്നുണ്ടത്. ആ ചിരിയെക്കുറിച്ചല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും എഫേസ്യർക്ക് എഴുതിയ ലേഖനവും ഫിലോമോൻ എഴുതിയ ലേഖനവും ഇതെല്ലാം പൗലോസ് എഴുതിയത് റോമിലെ കാരാഗ്രഹത്തിൽ ജയിലിൽ കടന്നുകൊണ്ടാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകാനും അവിടുത്തെ കൂട്ടായ്മയിൽ ശുശ്രൂഷിക്കാനും ഒക്കെ കർത്താവ് അവസരം തന്നു. ആ സമയത്ത് ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ ഒന്നിച്ച് ഈ പൗലോസ് അപ്പോസ്തലൻ കിടന്ന ജയില് ഒന്ന് സന്ദർശിച്ചു. അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. റോമിൽ വരുന്നവരൊക്കെ അത് പോയി കാണാറുണ്ട്. ക്രിസ്ത്യാനികൾ, അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ അവിടെ പോകാറുണ്ട്. അപ്പം ഞാൻ ഈ ജയില്, പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനമൊക്കെ എഴുതിയ ഈ ജയിലൊന്ന് പോയി കാണാനായിട്ടിടയായി. ഇന്ന് ആ ജയിലിൻ്റെ മുൻപിൽ ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലവും അവർക്ക് അവിടെ വന്ന് ഇന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇടവും ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ടൂറിസ്റ്റുകളാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഇതിൻ്റെ റിയാലിറ്റി, ഈ ജയിൽ എങ്ങനെയായിരുന്നു, പൗലോസ് കിടന്ന കാലത്ത് ഈ ജയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ ഫ്രെയിം ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ അതിനകത്ത് അവർ ആ കല്ല് അല്ലെങ്കിൽ ആ ഒരു ഗുഹ പോലത്തെ സംവിധാനം, ആ ജയിലിൻ്റെ ഭാഗങ്ങൾ അവരതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് നോക്കിയപ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചെറിയൊരു ഒരു ഗുഹയാണ്. ഒരു മനുഷ്യന് നൂന്ന് നിൽക്കാൻ കഴിയേല, നിവർന്ന് നിൽക്കാൻ കഴിയേല. ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പറ്റാത്ത, നിന്ന് തിരിയാൻ ഇടയില്ലാത്ത, ഇന്നത്തെ പോലെ ട്യൂബ് ലൈറ്റോ ഫാനോ ഒന്നുമില്ല. ഈ പാറയുടെ മുകളിൽ സൈഡിൽ ഒരു സുഷിരമുണ്ട്, ഒരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഊർന്നിറങ്ങുന്ന വെളിച്ചം മാത്രമേ ഇതിനകത്തോട്ട് കയറത്തുള്ളൂ. നിന്ന് തിരിയാൻ ഇടയില്ലാത്ത, കിടന്നുറങ്ങാൻ പറ്റാത്ത, വെട്ടം പോലും ചൊവ്വെ കയറാത്ത ഒരു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് കാലിൽ ചെങ്ങല ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എഴുതി വെക്കുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇത് കടഭാരം മാറിയപ്പോൾ ഉള്ള സന്തോഷം അല്ല ഈ പറയുന്നത്. ഇതെല്ലാം പ്രാർത്ഥിച്ചതെല്ലാം കിട്ടുമ്പോൾ അടിക്കുന്ന കയ്യടി അല്ല ഇത് ക്രിസ്തുവിലുള്ള ജയത്തെ കുറിച്ചാണ്. ആ ജയം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഇത് ക്രിസ്തുവിലുള്ള ആനന്ദമാണ്. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ജയാളിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. പ്രതിസന്ധികൾ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും ഒന്നിനെ കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നില്ല, ഒന്നിനെ കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല. എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഞാൻ ദൈവത്തോട് അറിയിക്കുകയാണ്. അങ്ങനെ ഞാൻ അറിയിക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിക്കില്ലാത്ത, കോടിക്കണക്കിന് പണം കയ്യിലുള്ളവനില്ലാത്ത, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എന്റെ ഉള്ളിൽ, എന്റെ നിലവുകളിൽ അത് വാഴുകയാണ്. പണത്തിന് തരാൻ കഴിയാത്ത, പ്രതാപങ്ങൾക്ക് തരാൻ കഴിയാത്ത, ലോകത്തിലെ മനുഷ്യന് തരാൻ കഴിയാത്ത, വ്യക്തികൾക്ക് തരാൻ കഴിയാത്ത, കുടുംബക്കാർക്ക് തരാൻ കഴിയാത്ത സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു തരും, യേശു തരും. ഇവിടെ ഇരിക്കുന്നവരാരും പ്രശ്നങ്ങളില്ലാത്തവരല്ല. ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ കൈകൊട്ടുകയാണ്. ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ ചിരിക്കുക. ഇരുന്നേ. ആ പ്രശ്നങ്ങളുടെ നടുവിലും അവർ ദൈവത്തെ ആരാധിക്കുക. അവരുടെ മുഖത്ത് അവർ നിരാശ കാണിക്കുന്നില്ല. നിങ്ങൾ ജാതികളെ പോലെ പ്രത്യാശയില്ലാത്തവരാകരുത് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ.
ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാ. ഒന്നോർത്തെ, നിന്നും തിരിയാൻ സ്ഥലമില്ലാത്ത ജയിലിൽ കിടന്ന് ഒന്ന് കാല് നൂത്തുറങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് ഒന്നും കിടന്ന് തിരിയാൻ പറ്റാത്ത ഒരു ചെറിയ, എന്താ പറയുന്നത്, അത് നമുക്ക് ശരിക്കും നമ്മളെപ്പോലെ ഒരാൾക്ക് അത് കയറി നിൽക്കാൻ പറ്റൂല. അവിടെ കിടന്നുകൊണ്ട് വെളിപ്പാടുകളുടെ ആധിക്യം ഉണ്ടാകുന്നു. ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുന്നു, എഫസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുന്നു, കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നു. അത് ഈടുറ്റ കരുത്തുള്ള ആഴമേറിയ വെളിപ്പാടുകൾ. എന്നിട്ട് ആ ലേഖനങ്ങളിലെല്ലാം അദ്ദേഹം പറയുകയാണ്, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവേൻ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്റെ മേലിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനകത്തിരിക്കുന്നവര് നല്ല കാലത്ത് മാത്രം വാഴ്ത്തുന്നവരാ. അവരുടെ കയ്യടി കാണുമ്പോ അറിയാം, അവരുടെ മോഹം കാണുമ്പോ അറിയാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലെങ്കിലും, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴമില്ലെങ്കിലും, മുന്തിരിവള്ളി ഫലം കായ്ച്ചില്ലെങ്കിലും ഞാൻ എന്റെ യഹോവയിൽ ആനന്ദിക്കും. ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഈ ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലെങ്കിലും ഈ ദൈവത്തെ തന്നെ ഞങ്ങൾ സേവിക്കും. ഇന്ന് പകൽക്കാല സാഹചര്യങ്ങൾ നിനക്കെതിരാകുമ്പോഴും ക്രിസ്തുവിൽ നിനക്ക് സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ നിനക്ക് പുകഴുവാൻ കഴിയുന്നെങ്കിൽ അതാണ് നിലനിൽക്കുന്ന ഒന്ന്. ചേർന്ന രാമീൻ പറഞ്ഞാട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. 6-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരെന്ന് കൈ ഉയർത്തി. ഞാൻ ഈ മൈക്കൻ ആരെങ്കിലും ഒന്ന് പിടിച്ചായിരുന്നു, എൻ്റെ 2 കൈ ഞാൻ പൊക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരെന്ന് കൈ ഉയർത്തിയേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, പരാതിയോടല്ല, പരിഭവത്തോടല്ല, പിറുവിറുപ്പോടല്ല, പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ വലിയ മൊട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നോലല്ല, സ്തോത്രത്തോടെ, സന്തോഷത്തോടെ നടത്തിയ വഴികൾക്കും പരിപാലിച്ച വിധങ്ങൾക്കും ഇവിടം വരെ എത്തിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടം വരെ കരുതിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഇന്ന് പകൽ ഞാൻ ദൈവത്തെ അറിയിക്കുകയാണ്. എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോ. കർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്ന് പകൽ പറഞ്ഞോ. നിങ്ങളുടെ മക്കളെ കുറിച്ചോ, കുടുംബത്തെ കുറിച്ചോ, ജീവിതത്തെ കുറിച്ചോ, സഭയെ കുറിച്ചോ, ശുശ്രൂഷയെ കുറിച്ചോ, ആവശ്യങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോ. ഹല്ലേലൂയ. അങ്ങനെ ഒരാൾ അറിയിച്ചാൽ, ഒരു പ്രയാസം വരുമ്പോൾ, മക്കളെ ഒരു പ്രയാസം വരുമ്പോൾ, മോളെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, മോനെ ഒരു പ്രശ്നം വരുമ്പോ, പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഈ ലോകത്തിലില്ല. ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അവരവരുടേതായ പ്രതിസന്ധികളുണ്ട്, വിഷയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കുണ്ട്. പക്ഷേ ആ പ്രയാസ സമയത്ത്, ആ വേദനയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് ഈ ഗതി വന്നല്ലോ, ഇതെന്റെ വിധിയാ എന്ന് പറഞ്ഞ് നിന്നെ തന്നെ ശപിക്കാതെ, നീ പുറകോട്ട് പോകാതെ ദൈവസന്നിധിയിൽ കയറിയിരുന്ന് ആ മുഴങ്കാലം മടക്കി നിന്റെ ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച്, നിന്റെ ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച് മുഴങ്കാൽ മടക്കി നിന്റെ ആവശ്യങ്ങൾ നീ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ, ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, ഒരു മനുഷ്യനും ഇല്ലാത്തൊരു സമാധാനം, ആർക്കും കിട്ടാത്തൊരു സന്തോഷം, എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു ബലം. അനുഭവിച്ചവർ ആരാധിക്കണം, അത് അനുഭവിച്ചവർ കൈയടിക്കണം, അത് അനുഭവിച്ചവർ സ്തുതിക്കണം. എവിടുന്നോ ഒരു ബലം, എവിടുന്നോ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കും. ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. പലപ്പോഴും പിശാച് ഉപയോഗിക്കുന്നത് മോനെ നമ്മുടെ ചിന്താ മേഖലകളെയാണ്. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കും, തെറ്റിദ്ധരിപ്പിക്കും. അണ്ടർസ്റ്റാൻഡിങ്, നല്ല ധാരണകൾ ദൈവത്തിൽ നിന്ന് വരുന്നു.
തെറ്റിദ്ധാരണകൾ പിശാചിൽ നിന്ന് വരുന്നു. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഫൈറ്റിംഗ്, യുദ്ധം നടക്കുന്നത് ചിന്താ മേഖലകളിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളും വിചാരങ്ങളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, സങ്കല്പങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഞങ്ങൾ പിടിച്ചടക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, അത് കോട്ടകളെ ഇടിക്കാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധം ജഡീകമല്ല. എന്താണ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടം? അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച പോരാട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ചിന്തകൾ, സങ്കല്പങ്ങൾ, വിചാരങ്ങൾ. അതിന്റെ തൊട്ടു മുകളിൽ മീഡിയ അത് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ബൈബിൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് വായിച്ചു നോക്കണം. അതിന് തൊട്ടു മുകളിലുണ്ട്, ഞങ്ങൾ ജഡത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. അവിടെ ഇമാജിനേഷൻ എന്നൊരു വേർഡ് കണ്ടോ? കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. വേണ്ടാത്ത ഇമാജിനേഷൻസ്, ചുമ്മാ ഇരുന്ന് ചിന്തിക്കുക. അങ്ങനെയുള്ളവരുണ്ടോ? തൃശ്ശൂര് ഓൺലൈനിൽ കാണുന്നവരുണ്ടോ? വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നവർ, ചിന്തിച്ച് കാട് കയറി പോകുന്നവരുണ്ടോ ഇതിനകത്ത്? നിങ്ങളുടെ നിശബ്ദത കാണുമ്പോഴേ അറിയാം ഉണ്ടെന്ന്. ഹല്ലേലൂയ. മെജോറിറ്റി അങ്ങനല്ലേ? അല്ല, 99% അങ്ങനല്ലേ? വെറുതെ ഭാരപ്പെടുകയാണ്, വെറുതെ ചിന്തിക്കുകയാണ്, ചിന്തിച്ചു കൂട്ടുകയാണ്, പിശാചിന് കോട്ട കെട്ടിക്കൊടുക്കുകയാണ്. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്, ഓരോ നൂലുകളാണ്. ഹല്ലേലൂയ. ഓരോ ചിന്തകളാകുന്ന ഓരോ നൂലുകൾ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നെയ്ത് 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 ഒരു കാർപ്പറ്റ് പോലെയാക്കും. എന്നിട്ട് പിശാച് നിന്നെ അതിനകത്ത് കയറ്റിയിരുത്തി അങ്ങ് ചുരുട്ടും. പിന്നെ ആ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നീ ആകും. അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിന്നെ അവിടെ ലോക്ക് ചെയ്യും. അവിടെയാണ് നിന്റെ ആയുധം നീ എടുക്കേണ്ടത്. ആ ആയുധം വചനമെന്ന ആയുധമാണ്. ആ വചനമെന്ന ആയുധം എടുത്ത് ആ പൈശാചിക കോട്ട ഇടിക്കണം. കാരണം ബൈബിൾ പറയുന്ന വചനം ചുറ്റികല്ലാണ്. ദൈവത്തിന്റെ വചനം ചുറ്റികല്ലാണ്. അത് പാറയെ തകർക്കുന്ന ചുറ്റികല്ലാണ്. പാറ പോലെ നിരാശകൾ ഉള്ളിൽ കെട്ടി, മനസ്സിൽ, വികാരങ്ങളിൽ, ചിന്തകളിൽ നിരാശകൾ കൊണ്ടുവന്ന്, ഭയചിന്തകൾ, ഭയങ്ങൾ കൊണ്ടുവന്ന്, ആകുലതകൾ കൊണ്ടുവന്ന്, വിചാരങ്ങൾ കൊണ്ടുവന്ന് ശത്രു കോട്ട കെട്ടുമ്പോൾ ദൈവവചനമെന്ന ആ ചുറ്റികളെടുത്ത് ഇന്ന് പകൽ ആ കോട്ടയെ ആത്മതലത്തിൽ പൊളിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. ഈ ലൈവിൽ കാണുന്നവർ അത് സംഭവിക്കുകയാണ്. ഈ ആരാധനാലയത്തിൽ അത് സംഭവിക്കുകയാണ്. ചിന്തിപ്പിക്കുക. ആ കോട്ടകളെ ഇടിക്കണം. പുറത്തു വരണം നിങ്ങൾ. എന്റെ ഭാവി എന്താകും? എന്റെ കുടുംബ ജീവിതം എന്താകും? എന്റെ പിള്ളാരെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ വീടിന്റെ സ്ഥിതി എന്താകും? എന്റെ നാളുകൾ എന്താകും? എന്റെ മോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? എന്റെ മോനെ എങ്ങനെ പഠിപ്പിക്കും? ഇങ്ങനെ വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരുപാട് ചിന്തകൾ കൊണ്ടുവന്ന് നെയ്ത് കോട്ടയുണ്ടാക്കി ആ കോട്ടയിൽ നിന്നെ ഇരുത്തുമ്പോൾ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ കോട്ടയെ ഇടിക്കണം. അതിനകത്ത് ഇരിക്കരുത്. വെറുതെ ചിന്തിക്കുക. ചുമ്മാ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഭാരം വേണം. അവരുടെ ഒരു സന്തോഷം, അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഭാരം അവർക്ക് വേണം. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവരെവിടുന്നേലും കൊണ്ടുവരും. ഒരു പ്രശ്നവും ഇല്ലല്ലോ, അവരല്ലേ അത് എവിടുന്നേലും സംഘടിപ്പിക്കുക ആ സാധനം.